കുറേയധികം ആക്സിഡൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് ഡ്രൈവറിൻ്റെ സ്പീഡ് കുറച്ച് കൂടി തുടങ്ങി. കഞ്ചാവിൻ്റെ ചെടി കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് കഞ്ചാവിൻ്റെ ചെടി. ഹലോ ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നമ്മുടെ യാത്രയുടെ 11ാം ദിവസമാണെന്ന്. ഷിംലയിൽ നിന്നും ബുണ്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സിലാണിപ്പോൾ. യാത്രയുടെ കഴിഞ്ഞ 10 ദിവസങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കാണുക. രാവിലെ 9:30 നമ്മൾ ഷിംലയിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്തത്. 200 കിലോമീറ്ററാണ് ഈ യാത്രയുടെ നീളം എന്ന് പറയുന്നത്. ഏറെക്കുറെ 7 മണിക്കൂർ. മാണ്ടി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. വേറൊരു റൂട്ട് കൂടി ഉണ്ട് ഈ ഷിംലയിൽ നിന്ന്. മാണ്ടിയിൽ ആളിറങ്ങിയപ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടി. പിന്നെ നമ്മുടെ ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ ഉള്ള ചോദിച്ചുള്ള യാത്രയായിരുന്നു. മാണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊരു ഡിസ്ട്രിക്റ്റാണ്. പോകുന്ന വഴിക്ക് ഇവിടെ വണ്ടി നിർത്തിയതാണ്. ക്യാമറയും കൂടി ഷൂട്ട് ചെയ്യണ കണ്ടപ്പോൾ അവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. പോകുന്ന വഴിയിൽ നമുക്ക് കുറേ ഡാമും ഇതുപോലെയുള്ള പുഴകളും ഒക്കെ നമുക്ക് കാണാം. പ്രകൃതി മൊത്തത്തിലൊന്ന് മാറിത്തുടങ്ങി. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. സ്ഥലം ഏതാണെന്ന് കൃത്യം അറിയത്തില്ല. എന്തൊരു ലക്ഷ്മി ഹോട്ടൽ ധാബ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ഒരു താലിയാണ് കഴിച്ചത്. 2 റൊട്ടിയും നമ്മുടെ പച്ചരിച്ചോറും കറികളൊക്കെ ആയിട്ടുള്ള. കുഴപ്പമില്ലായിരുന്നു. 120 രൂപ. ഇത് ഔട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് താച്ചി വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോവാം. നമ്മുടെ ലിസ്റ്റിൽ പ്ലാൻ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നമുക്ക് സമയക്കുറവുകൾ നടക്കത്തില്ല. ആ നേരെ കാണുന്ന റോഡുണ്ടല്ലോ, അതുവഴി നമുക്ക് ഷിംലയിൽ നിന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞത് 2 വഴിയുണ്ടെന്നുള്ളത്. അതൊരു റൗണ്ടായിട്ടാണ്. നമ്മൾ മാണ്ടി വഴി വന്നു. ഏറെക്കുറെ 2.8 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. ഈ ടണൽ തുടങ്ങുന്നത് മാണ്ടി ഡിസ്ട്രിക്റ്റിലാണെങ്കിലും അവസാനിക്കുന്നത് കുളു ഡിസ്ട്രിക്റ്റിലാണ്. രണ്ടിനെയും കണക്ട് ചെയ്യുന്നൊരു ടണലാണ്. പക്ഷേ ഈ ടണൽ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഞാൻ കണ്ടത്, ഇതിന് നടുക്കൊരു ഡിവൈഡർ ഇല്ല. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലായത് കുറേയധികം ആക്സിഡൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കാരണം പ്രോപ്പറായിട്ടുള്ള ആ കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ് ഇപ്പുറത്തെത്തിയപ്പോഴത്തേക്ക് കാലാവസ്ഥ മൊത്തത്തിൽ മാറി. ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി. പോകുന്ന വഴിക്ക് കുറേ ടണലിൻ്റെയും ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. കൂടാതെ റോഡിനും വീതി കൂട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മണാലിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ടൈം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നണം. എല്ലാ ടൂറിസ്റ്റുകളും മണാലിക്ക് പോകുമ്പോൾ പറയുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി നമ്മൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ പ്രകൃതി അങ്ങ് ആകെ മാറി. ആ ഒരു ഫീലിംഗ് ഒന്ന് ഡിഫറെൻറ്റാണ്. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീനറിയും ആ മേഘങ്ങളുടെ കളറും ഒപ്പം ചെറിയൊരു ചാറ്റൽ മഴയും ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ശരിക്കും നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ സൈഡിലുള്ള മരങ്ങൾ നോക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ ഒന്നും പറയാനില്ല. കുളൂരിൽ എയർപോർട്ടുണ്ട്. അത് പലർക്കും അറിയത്തില്ല. ആ എയർപോർട്ട് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഭുന്തർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ബോർഡ് കാണാം, കുളു മണാലി എയർപോർട്ട്. ഇതാണ് അങ്ങോട്ട് പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ഉൾവശം. मनिकर नहीं है, बरशाइनी की बस मिलेगी। हाँ ओके, താങ്ക് യു ജി. അപ്പോൾ നമ്മൾ ബുണ്ടാറിൽ ഇറങ്ങുകയാണ്. ബുണ്ടാറിൽ നിന്നാണ് നമുക്ക് ഇനി അടുത്ത യാത്ര തുടരേണ്ടത്. നമ്മുടെ ലഗേജൊക്കെ വണ്ടിയുടെ പുറകിലാണ് വെച്ചിരിക്കണം. അതൊക്കെ ഒന്ന് എടുക്കാം.
അതിന്റെ പൊടി മുഴുവൻ അതെ, പൊടി മൊത്തം ഇതിനകത്ത്. 731 രൂപയാണ് കേട്ടോ ചോച്ചിലേക്ക്. ഭുണ്ടാറിൽ നിന്നും നമ്മൾ ബർഷേനിക്ക് പോകുന്ന ഒരു ലോക്കൽ ബസ്സിൽ കയറിയിരിക്കുകയാണ്. താഴെ കൂടി ഒഴുകുന്നത് ബിയാസ് എന്ന് പറഞ്ഞൊരു റിവറാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ റാഫ്റ്റിംഗ് എല്ലാം ചെയ്തു വരുന്നത് കാണാം. ഈ കുളു ഭാഗത്ത് റാഫ്റ്റിംഗ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കസോൾ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മളുടെ ഈ ബസ് ബർഷേനിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. പോകുന്ന വഴിക്ക് നമുക്ക് ഈ പുഴ അങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നത് കാണാം. ഈ നദിയുടെ പേര് പാർവതി നദി എന്നാണ്. ഈ വാലിയുടെ പേര് പാർവതി വാലി എന്നുമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യാത്രക്കാരിൽ പലരും ഇറങ്ങുന്നുണ്ട്, കയറുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ ജാരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ജാരിയിൽ നിന്ന് 15 കിലോമീറ്റർ പോയാലാണ് മലാന എന്ന് പറയുന്ന വില്ലേജ്. കുറച്ച് പ്രശസ്തമാണല്ലോ ആ വില്ലേജ്. ശരിക്കും 1 മണിക്കൂറോളം ട്രെക്കിംഗ് ചെയ്ത് വേണം മലാനയിലേക്ക് പോകാൻ. അത് പല പല പ്രൊഡക്ട്സിനും ഫേമസ് ആണ്. ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് വില്ലേജ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഈ പാർവതി വാലിയുടെ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ക്യാമ്പ് സൈറ്റുകളൊക്കെ നമുക്ക് കാണാം. അവിടെ ഒരു നൈറ്റൊക്കെ സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഫീലിംഗ്. ആളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് ഡ്രൈവറിൻ്റെ സ്പീഡ് കുറച്ച് കൂടി തുടങ്ങി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പാർവതി വാലിയും ഒപ്പം ആ മഞ്ഞുമലകളും എന്ത് ഭംഗിയല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവേഴ്സും. ഫ്രണ്ടിൽ പോകുന്നത് ഒരു ഗവൺമെൻറ് ബസ്സാണ്. എങ്ങനെയും ആ ബസ്സിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പുള്ളിയുടെ ലക്ഷ്യം. തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സ്ലോയിൽ തന്നെ പിന്നെ അവരുടെ ഫ്രണ്ടിൽ കൂടി പോവുക. ഈ പാർവതി നദിയുടെ കുറുകെ കുറേ ചെറിയ ചെറിയ തൂക്കുപാലങ്ങൾ നമുക്ക് കാണാം. ശരിക്കും മറുകരയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ കുറേ പാലങ്ങൾ കണ്ടിരുന്നു. പലയിടത്തും ബോർഡ് കണ്ട് നദിയിൽ ഇറങ്ങരുത് എന്നുള്ളത്. കാരണം വാട്ടർ ലെവൽ എപ്പോൾ വേണമെങ്കിലും കൂടാം. ഡേഞ്ചറസ് ആണ് നമുക്ക് ഈ വഴിയിലൊക്കെ ഇറങ്ങുന്നത്. ഇതാണ് കസോൾ എന്ന് പറഞ്ഞ സ്ഥലം. കസോൾ ടൗണാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റോപ്പിലാണ്. കസോളിൽ നല്ല തണുപ്പുണ്ട്. നമ്മൾ ബസ്സിൽ വന്നിറങ്ങി. ഇതാണ് ചോച്ച് എന്ന് പറഞ്ഞ സ്ഥലം, കസോളിൻ്റെ അടുത്ത സ്റ്റോപ്പ്. വന്നിറങ്ങിയ സ്ഥലം നോക്കി, എന്ത് ഭംഗിയാണ്, നല്ല തണുപ്പുമുണ്ട്. അപ്പുറത്തെ കരയിൽ മനു 6 വർഷമായിട്ട് നടന്നൊരു ഹോം സ്റ്റേ ആണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മനുവിൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. മനുവിൻ്റെ വൈഫും ഇവിടെ തന്നെയുണ്ട്. വരുന്ന വഴിക്ക് ബസ്സിൽ കുറേ മലയാളികളെ പരിചയപ്പെട്ട്. ഇവിടെ മലയാളികൾ ധാരാളമായിട്ടുണ്ട്. അവർ പലരും ഇതുപോലെയുള്ള പല ഹോം സ്റ്റേകൾ ഇവിടെ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. ഈ കസോൾ അറിയപ്പെടുന്നത് മിനി ഇസ്രായേൽ എന്നാണ്. കാരണം ഇസ്രായേലിൽ നിന്നുള്ള കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പുറത്തെ ഭാഗം കണ്ട ആ റോഡ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കൂടുതലും നടവഴികളാണ്, റോഡുകൾ കുറവാണ്. ഇത് കൂടാതെ ഒരു കാര്യത്തിനും കൂടി ഈ സ്ഥലം പ്രശസ്തമാണ്. ഇവിടുത്തെ ഇത് തന്നെയാണ് കഞ്ചാവിൻ്റെ ചെടി ഉണ്ടല്ലോ പറയുന്നത്. ഇതാണ് കഞ്ചാവിൻ്റെ ചെടി. ഇവിടെ മുഴുവനും ഫാമാന്ന് പറഞ്ഞത്. പിന്നെ ആ മെല്ലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നടന്നാലും തീരാത്ത കഞ്ചാവിൻ്റെ ചെടികളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഞ്ചാവിൻ്റെ ചെടി പിടിച്ചു നിൽക്കുന്നത് കാണുന്നത്. രാവിലെ 9:30 തുടങ്ങിയ യാത്ര നമ്മളിവിടെ 6:30 അവസാനിപ്പിക്കുകയാണ്. ലോങ് ജേർണി ആയിരുന്നു. നാളെ നമ്മൾ കീർഗംഗയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി. ഇതാണ് നമ്മളുടെ ഹോം സ്റ്റേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.